എല്ലാവരും രാവിലെ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ പോണതിൻ്റെ ഒരു സന്തോഷത്തിലാണ് കേട്ടോ. ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടേക്ക് പോകുമ്പോൾ തന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. 12D സിനിമാസ് ഉണ്ട്. അതൊക്കെ കുട്ടികൾ പോണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഫസ്റ്റ് പ്രിഫറൻസ് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ് ആയതുകൊണ്ട് നമ്മൾ അവിടേക്ക് തന്നെയാണ് ആദ്യം പോകണത്. തിരക്ക് വരുമ്പോഴേക്കും ടിക്കറ്റ് എടുക്കാം എന്നൊക്കെ വിചാരിച്ച് നമ്മൾ വേഗം പോകണതാണ് കേട്ടോ. ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അവിടേക്കാണ്. അതുകൊണ്ട് ഞങ്ങൾ വേറെ ഒന്നും ഞങ്ങൾ കയറിയില്ല. ഇടയിൽ കുറേ ഐസ്ക്രീം പാർലേഴ്സ് ഉണ്ട്, കുറേ കുട്ടികൾക്കായിട്ടുള്ള സാധനങ്ങൾ വാങ്ങാനായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, അതേപോലെ റൈഡുകളുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് ഗ്ലാസ് ബ്രിഡ്ജ് ആയതുകൊണ്ട് അവിടേക്ക് തന്നെയാണ് ഫസ്റ്റ് പോകുന്നത്. അത് ഇനി തിരിച്ചു വരുമ്പോൾ നമുക്ക് ഇവിടെ തിരക്കൊന്നും ഇല്ല വെച്ചാൽ നമുക്ക് അപ്പോൾ അതൊക്കെ എൻജോയ് ചെയ്ത് വരാം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ ഞങ്ങൾ വേഗം ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടേക്ക് പോവാണ് കേട്ടോ. വാഷ്റൂമും ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഓപ്പോസിറ്റ് തന്നെ നമുക്ക് വാഷ്റൂമുണ്ട്. ഹാൻഡിക്രാഫ്റ്റ് മെറ്റീരിയൽസിൻ്റെ ഷോപ്പുകളും ഐസ്ക്രീം പാർലേഴ്സും ഒരുപാടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. ഇതാണ് നമ്മുടെ ടിക്കറ്റ്. 5 മിനിറ്റാണ്. 10:38 നമുക്ക് സമയം കിട്ടിയിരിക്കുന്നത്. 5 മിനിറ്റാണ് അവിടെ സ്പെൻഡ് ചെയ്യാൻ അലൗ ചെയ്തിരിക്കുന്നത്. ഇവിടെ ചെരുപ്പൊക്കെ ഇവിടെ ഊരിയിടണോ? അങ്ങനെ ഉണ്ടല്ലേ. കീപ് യുവർ ഫുഡ് വെയർസ് ഹിയർ. ഇതാണ് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ടിക്കറ്റ് റേറ്റ്. ഒരാൾക്ക് 250 റുപ്പീസാണ്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യമാണ്. ഒരു 5 മിനിറ്റ് മാത്രമേ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. എന്താണെങ്കിലും ഫോട്ടോ എടുക്കാനാണെങ്കിലും എന്തിനാണെങ്കിലും. പിന്നെ നമ്മളെ പറഞ്ഞു വിട്ടിട്ട് അടുത്ത ടൈം അലൗട്ട് ചെയ്തേക്കുന്ന ആൾക്കാരെ കയറ്റുന്നതായിരിക്കും. കറക്റ്റ് 10:38 എന്ന് പറഞ്ഞാൽ 38-ന് തന്നെ നമ്മളെ കയറ്റുള്ളൂ കേട്ടോ. ആര് കയറണേ? കേറുന്നതിന് മുമ്പുള്ള മുഖം നമുക്ക് എടുക്കാം. കേറി കഴിഞ്ഞിട്ട് എങ്ങനെയാവും നമുക്കറിയില്ല. ഇത് ശരിക്കും നല്ലൊരു കാര്യമല്ലേ. കറക്റ്റ് ആ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ അവർ നമ്മുടെ അലൗട്ട് ചെയ്ത ആൾക്കാരെ മാറ്റിയിട്ട് ഇപ്പുറത്തെ ആൾക്കാർ വയ്ക്കും. ഇത് ഇന്ത്യസ് ലാർജസ്റ്റ് ആൻഡ് ഡീപ്പസ്റ്റ് കാന്റിലിവർ ഗ്ലാസ് ബ്രിഡ്ജാണ്. അത് നമ്മുടെ കേരളത്തിൽ വന്നിട്ട് നമ്മൾ കാണാതിരിക്കുന്നത് മോശമല്ലേ. അപ്പോൾ ഞങ്ങൾ ക്യൂവിൽ ഇരിക്കുകയാണ് കേട്ടോ. അവിടെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. ക്യൂ ആണെങ്കിലും അത് നല്ലൊരു കാര്യമാണെന്ന് തോന്നി. ഭയങ്കര ഇടിയും ബഹളവും ഒന്നുമില്ല. കറക്റ്റ് അവർ നല്ലൊരു അവരുടെ അറേഞ്ച്മെൻറ്റാണ് കേട്ടോ. പിന്നെ ഞങ്ങളിപ്പോൾ അതേ ക്യൂ കഴിഞ്ഞ് നമ്മളുടെ സമയത്തിനുള്ള ആൾക്കാരെ മാത്രം അതിന് തൊട്ട് മുൻപുള്ള ഒരു സ്പേസിൽ നമ്മളെ നിർത്തിയിരിക്കുകയാണ് കേട്ടോ. ബാക്കി അവരിനി ഇങ്ങോട്ട് പോന്നിട്ടേ ആ കാണുന്നവരിങ്ങോട്ട് പോന്നു കഴിയുമ്പോൾ നമ്മളെ അങ്ങോട്ട് കയറ്റും. ആ ഒരു രീതിയിൽ നമ്മളവിടെ നിർത്തിയിരിക്കുകയാണ്. അടിപൊളി അല്ലേ. നമ്മൾ അകലെ നിന്ന് നോക്കുമ്പോൾ വളരെ ചെറുതായിട്ട് നമുക്ക് തോന്നും എന്നാ പറഞ്ഞത്. പക്ഷേ ഇറങ്ങണവരുടെ എക്സ്പീരിയൻസ് ആട്ടോ. നടക്കുമ്പോൾ നമുക്ക് കുറച്ച് പേടിയാവും എന്നാണ് പറയണത്. അവിടെ എത്തണില്ല തോന്നുന്നു. അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട്. പക്ഷെ നല്ല തണുത്ത ഭയങ്കര കാറ്റാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് അന്തരീക്ഷത്തിൽ നമുക്ക് വെയിലൊന്നും ഒരു പ്രശ്നമല്ല. നല്ല രസമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ നമ്മുടെ ആ ഊഞ്ഞാലിൻ്റെ ആൾക്കാർ പോണതാട്ടോ. അത് കുറച്ച് സമയം എടുത്തിട്ടാണ് ഒരു ടീമുകൾ പോവുക. എന്താ വെച്ചാൽ പതുക്കെ ഏറ്റവും മുകളിലേക്ക് എത്തിയിട്ടാണ് വിടോ. അപ്പം നമ്മൾ കയറുകയാണ്. നമ്മളോട് അവർ പറഞ്ഞിട്ടുണ്ട് കുട്ടികളെ എടുക്കാൻ പാടില്ല, നടക്കാനേ പാടില്ല. ഒരിക്കലും അമ്മയും കുട്ടിയും കൂടി എടുത്തിട്ട് പോരാൻ പാടില്ല, നടക്കാനേ പാടില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് തിരിച്ചു പോകുന്നുണ്ട്, ചില കുട്ടികൾ നടക്കാത്തതുകൊണ്ട്. വെറുതെ ആൾക്കാരൊക്കെ തിരിച്ചു പോണേ. എടുക്കാൻ പാടില്ല കുട്ടിയാ. നേരെ താഴെ നോക്കണ്ട, പേടിക്കണ്ട, ഓടിക്കോ. എന്ത് സുഖല്ലേ.
പ്രസീദിയ ഇതെന്ത് അപ്പൊ അതില് പോണെങ്ങനെ നിങ്ങള് എന്റെ കാല് നന്നായിട്ട് വിറക്കുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. അതാണ് ഞാൻ പതുക്കെ പതുക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ അവിടെ എത്തിയിട്ടുള്ള ആ ഒരു വ്യൂ ആണ്. ഫോട്ടോ എടുത്തല്ലേട്ടാ. കാറ്റത്ത് ഒരു ചെറിയ വൈബ്രേഷൻ ഉണ്ട് കേട്ടോ. അപ്പൊ കുറച്ചൊക്കെ കുട്ടികൾക്ക് ദേശ പേടിയാവുന്നുണ്ട് കേട്ടോ. അതുവരെ പിള്ളേർക്ക് ഒരു പേടി ഉണ്ടായില്ല. ശ്രുതി കുട്ടിയെ വെച്ച് ഇരിപ്പായാണ്. കാരണം അവൻ ചിലപ്പോ ഇടഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരുന്നത്. ഒരു ഫാമിലി ഫോട്ടോ എടുത്തിട്ട് നമുക്ക് എടുക്കലുണ്ടാവില്ല. ശ്രുതിയുടെ ടിപ്പാണ് കേട്ടോ. തല കറങ്ങ, അതല്ല താഴേക്ക് നോക്കുമ്പോ പേടിയാവുണ്ടെങ്കിൽ ആകാശത്തേക്ക് നോക്കിയാൽ മതി. പേടിയൊന്നും പക്ഷെ മുഖത്ത് കാണിക്കാണ്ട് ഞങ്ങൾ എല്ലാവരും ഒരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്ത് പതുക്കെ അവിടെ നിന്ന് ഇറങ്ങാണ് കേട്ടോ. പല്ലവിക്കും പ്രണവിനൊന്നും ഒട്ടും പേടിയുണ്ടായിരുന്നില്ല കേട്ടോ. അതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. കുഞ്ഞോ ഇപ്പൊ നമുക്ക് ഓടി പോവാനും പറ്റില്ലല്ലോ. പേടിക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഓടി പോകുമ്പോഴും നമുക്കൊരു പേടിയാണ്. ഞാൻ ഓടിപ്പോയി ഗ്ലാസ് കിട്ടിയാലോ അങ്ങനെയുള്ള ഒരു പേടിയുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് സെൽഫി എടുക്കുമ്പോൾ എന്നെ ഓടിച്ചു വിട്ടു കേട്ടോ അയാൾ. അടുത്ത് ഞങ്ങൾക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യണം എന്നായിരുന്നു. പക്ഷെ ഭയങ്കര ക്യൂ ആണ് കേട്ടോ. അപ്പം ഞങ്ങളിവിടെ നിന്ന് കാണുകയാണ്. അത് ആ സൈഡിൽ നിൽക്കുന്നതൊക്കെ ക്യൂ ആണ്. ഇത് മുകളിലേക്ക് പതുക്കെ പതുക്കെയാണ് ഇങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ടേ മുകളിലേക്ക് കയറുള്ളൂ. അതിൻ്റേതായ ഒരു സമയം കുറച്ചെടുത്തിട്ടുണ്ട്. അത്ര മുകളിൽ പോണ്ടമ്മ ശബ്ദം വിടൂ. ചേട്ടാ അല്ല ചേട്ടൻ കാണിക്കണ്ടോ? പക്ഷെ ആ ഒരൊറ്റ ഒരു പോക്കേ ഉള്ളൂ പ്രശ്നല്ലേ? ആ ഒരൊറ്റ പോക്കല്ലേ. ഞങ്ങൾ നേരത്തെ കണ്ട ഊഞ്ഞാലിൽ കയറണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ പേടിച്ചിട്ടല്ല, ഉണ്ടല്ലോ അങ്ങനെ രക്ഷപ്പെടാം. ഒരു രക്ഷയില്ല. ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോ മിക്ക റൈഡുകളുടെയും കാര്യത്തിൽ ഇപ്പൊ റൈഡുകളുടെ ക്യൂ ആണ് കേട്ടോ. ഇപ്പൊ റോക്കറ്റ് എജക്ടർ, ജയന്റ് സ്ലിംഗ്, റോളർ, എന്തൊക്കെയുണ്ട്, ഫ്രീ ഫോൾ. ഫ്രീ ഫോൾ ആണെന്ന് അല്ല, ഫ്രീ ഫോള് അവിടെ ഇല്ല എന്ന് തോന്നുന്നു. സ്കൈ റോളർ, സ്കൈ സൈക്ലിംഗ്, ഇതെല്ലാം അവിടെ ഉള്ള കൗണ്ടർ ഗംഭീര ക്യൂ ആണ്.
അത് ഈ കുട്ടികളെ വെച്ച് ഈ വെയിലത്ത് ക്യൂ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങളിത് കണ്ട് ആസ്വദിക്കാൻ വെച്ചു. പിന്നെ ഇത് ഈ സൈക്ലിംഗ് നമ്മൾ ഓൾറെഡി വേറെയും കുറേ സ്ഥലത്ത് ചെയ്തിട്ടുള്ളത് കൊണ്ട് പ്രശ്നം ഉണ്ടായില്ല. പ്രണവിന് സൈക്ലിംഗ് ചെയ്യണം എന്നുണ്ടായിരുന്നു, ഓൾറെഡി ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് വലിയ പേടിയൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ട് ചെയ്യണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായി. പക്ഷേ ഭയങ്കര ക്യൂവാണ്. ഇനി ഉച്ചയായാലും നമുക്ക് കിട്ടുള്ളൂ ടിക്കറ്റൊക്കെ. അത്രയും നേരം വെയിലത്ത് നിൽക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര, കുട്ടികളെ വെച്ച് നിൽക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ്. അപ്പോൾ ഞങ്ങൾ ഈ ചെറിയ ചെറിയ റൈഡുകൾ അവിടെ താഴെയുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിലൊക്കെ പതുക്കെ പിള്ളേരെ നമ്മൾ കയറ്റാം. അതിന് മുൻപ് നമുക്ക് മുകളിലേക്ക് എല്ലാവരും കയറി പോകുന്നുണ്ട്. അപ്പം ഞങ്ങളും കയറി പോവുകയാണ്. നല്ല കാറ്റുണ്ട്. എന്താ രസം. എന്തൊരു ബ്ലൂ അത്. ശരിക്കും ഒരു പിക്ടോറിയൽ എഫക്ട്സ് എന്നൊക്കെ പറയണ പോലെ ആയിരുന്നു കേട്ടോ. നല്ല നീല ആകാശവും മുകളിലേക്ക് കയറുമ്പോൾ കാണാം നല്ല മലയും. ഇവിടെ എന്തിട്ട് പരിപാടി? നമ്മൾ നേരത്തെ വന്നതുകൊണ്ട് കുറച്ച് പെട്ടെന്ന് തന്നെ നമ്മുടെ പരിപാടികൾ കഴിഞ്ഞു. ഇത് ഇനി ബസ്സുകളൊക്കെ ഭയങ്കര ക്യൂ ആണ്. ആ താഴെ റോട്ടിൽ ബ്ലോക്കാണ് ശരിക്കും എന്നാ പറയുന്നത്. അത്രയും വണ്ടികളാണ് ഇപ്പോൾ വരുന്നത്. പക്ഷേ ഈ ഏറ്റവും മുകളിൽ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല, സീനിക് ബ്യൂട്ടി തന്നെയാണ്. അത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. എല്ലാവരും ഫോട്ടോസ് എടുക്കുക, വീഡിയോസ് എടുക്കുക തന്നെയാണ്. ഞങ്ങളും കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ. വാലി ക്രോസിംഗ് ബ്രിഡ്ജ്. പൊക്കോ പൊക്കോ. വേണത് നീ പറഞ്ഞുവോ? ഇവിടുത്തെ വ്യൂ രക്ഷയില്ല കേട്ടോ, അടിപൊളി. എന്താണ് കുഞ്ഞ? തുരുമ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു റൈഡുകൾ അവിടെ ഉണ്ട്. അല്ലെങ്കിലും ആ വലിയ റൈഡുകളിലൊന്നും കുട്ടികൾക്ക് പറ്റില്ല. കുട്ടികൾക്ക് പറ്റിയ റൈഡുകൾ ഇവിടെ താഴെയാണ്, കുഞ്ഞു കുഞ്ഞു റൈഡുകളാണ്. എനിക്ക് തോന്നുന്നു ഓഫ് സീസൺ അല്ലാന്നുണ്ടെങ്കിൽ വലിയ റൈഡുകളിൽ അത്രയും തിരക്കുണ്ടാവില്ല തോന്നുന്നു. ഇനി ഓഫ് സീസൺ ഉള്ള സമയത്ത് ആ റൈഡുകൾ അവിടെ അവൈലബിൾ ആണോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇവിടുത്തെ റൈഡുകളൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ പൈൻ ഫോറസ്റ്റിലേക്ക് പോയിട്ടോ. ഞങ്ങൾ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ പൈൻ ഫോറസ്റ്റിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഹോട്ടൽസ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ച് പാർക്കിങ്ങിൻ്റെ കൂടെ തന്നെ നമുക്ക് അവിടെ ഹോട്ടൽ അവൈലബിൾ ആയിരുന്നു. അവിടെ നിന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടാണ് പൈൻ ഫോറസ്റ്റിലേക്ക് ഇറങ്ങിയത് കേട്ടോ. പൈൻ ഫോറസ്റ്റിൽ നമ്മൾ നട്ടുച്ചയാണെങ്കിലും കുഴപ്പമില്ല, നല്ല ഫോറസ്റ്റ് ആണല്ലോ, നല്ലോണം മരങ്ങളാണല്ലോ, തണലുകളാണ്. പോണ വഴി നമുക്ക് ഇങ്ങനെ ഫോട്ടോസ് എടുത്തിട്ട് അവർ ഫ്രെയിം ചെയ്ത് തരും. ഏറ്റവും
ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം ഇതാണ്, എവിടെ ചെന്നാൽ ഈ പ്ലാസ്റ്റിക് ഇങ്ങനെ ആളുകൾ ഇടുന്നത്. ഇടാനുള്ള സൗകര്യം ഉണ്ട്, എന്നിട്ടാണ് ഇങ്ങനെ ഭയങ്കര കഷ്ടമല്ലേ. പൈൻ ഫോറസ്റ്റിൽ നമുക്ക് ജന്മനക്ഷത്ര മരങ്ങളുടെ ഒരു ലിസ്റ്റൊക്കെ എഴുതിയിട്ടുണ്ട്, അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സീസൺ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഇതേപോലെ ഏതെങ്കിലും ഒരിടയിൽ എല്ലാവരും കയറി മുകളിലേക്ക് കയറിയിരിക്കുക എന്നാണ് ടാസ്ക്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെയൊക്കെയോ പിടച്ച് കയറി മുകളിലെത്തിയതാണ് കുറച്ച് നേരം ഇരിക്കാൻ വേണ്ടി. അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. ഉച്ചയാവുമ്പോൾ പൈൻ ഫോറസ്റ്റിൽ വന്നാൽ നമുക്ക് നല്ല സുഖമായിട്ടിരിക്കാം. നോക്കിക്കോട്ടെ, എല്ലാരും നോക്കിക്കോ. ആ അതേ സൗണ്ട് വന്നു. എല്ലാരും നോക്കിയേ. കുഞ്ഞോ തിരിഞ്ഞാ ഞാൻ തലർന്നു. പിന്നെ കുറേ നേരം നമ്മളിവിടെ ഇരുന്ന് കത്തി വെക്കലും ഫോട്ടോ എടുക്കലും അത്യാവശ്യമായ നോട്ടൊക്കെ ആയിട്ട് കുറേ സമയം നമ്മുടെ കഴിഞ്ഞു. പിന്നെ പോരണ വഴി ഇതുപോലത്തെ ഒരുപാട് കടകളുണ്ട്. ഞങ്ങളും ചെറുതായിട്ടൊക്കെ വാങ്ങി. പിന്നെ പെട്ടിക്കട കണ്ടാൽ വാങ്ങാത്ത മലയാളീസ് ഉണ്ടാവില്ലല്ലോ, അതുപോലെ ഞങ്ങളും കുറച്ച് എന്തൊക്കെയോ വാങ്ങി. അപ്പോൾ എല്ലാവർക്കും ശ്രീ പ്രണാമം വ്ളോഗ്സിൻ്റെ ഈ എപ്പിസോഡ് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനിയും ഇതേപോലത്തെ രസകരമായിട്ടും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനായിട്ട് ശ്രീ പ്രണാമം വ്ളോഗ്സ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.